ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ ആപ്പിൾ അക്കൗണ്ട് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നതിന് ഒരു പ്രൈമറി ഇമെയിൽ അഡ്രസ്സ് എല്ലാം യൂസ് ചെയ്തെല്ലാമാണ് ഇത്തരത്തിൽ ഈ ഒരു ആപ്പിൾ ID ഇത് നമ്മൾ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ചില വർഷങ്ങളെല്ലാം കഴിഞ്ഞ് ചിലപ്പോൾ നമുക്ക് ഈ ഒരു ഇമെയിൽ അഡ്രസ്സ് മാറ്റിയാലോ എന്നെല്ലാം തോന്നാറുണ്ട്. എന്നാൽ പലർക്കും എങ്ങനെയാണ് ഈ ആപ്പിൾ ID ഇത് എങ്ങനെ മാറ്റണമെന്നറിയില്ല. അതിനാൽ തന്നെ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് നമുക്ക് നമ്മുടെ ആപ്പിളിൻ്റെ പ്രൈമറി ഇമെയിൽ അഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്ത് മറ്റൊരു ഇമെയിൽ അഡ്രസ്സ് എല്ലാം കൊടുക്കുക, ഇതിനെക്കുറിച്ചെല്ലാമാണ് പറയുന്നത്. ആപ്പിൾ യൂസ് ചെയ്യുന്നവർക്ക് വളരെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആയിരിക്കും ഇത്. അതുപോലെ ഈ ഒരു വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കാതിരിക്കുക. ഇതിനായി ആദ്യം തന്നെ നമ്മുടെ ആപ്പിളിൻ്റെ സെറ്റിങ്സ് എന്ന ഓപ്ഷനിൽ പോവുക. ഇപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും മുകളിലായി ഇവിടെ എൻ്റെ ഈ ഒരു പ്രൊഫൈലെല്ലാം വന്നിരിക്കുന്നത് കാണാം. ഈ ഒരു പ്രൊഫൈലിൽ നമ്മൾ ഇവിടെ നിവേദ ആക്കപ്പറമ്പിൽ എന്നെല്ലാം വന്നിട്ടുണ്ട്. അതുപോലെ പ്രൊഫൈൽ പിക്ചറെല്ലാം വന്നിട്ടുണ്ട്. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന പ്രൈമറി ഇമെയിൽ അഡ്രസ്സ്, അതായത് നമ്മുടെ ആപ്പിൾ ID എല്ലാം ഇവിടെ കാണിക്കും. ഇനി നമുക്ക് ഇത് ചേഞ്ച് ചെയ്ത് പുതിയ ഒരു ID എല്ലാം ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ ഇതിനായി നിങ്ങൾ പോകേണ്ടത് ഈ ഒരു സെക്കൻഡ് ഓപ്ഷനായ സൈൻ ഇൻ ആൻഡ് സെക്യൂരിറ്റി എന്ന ഓപ്ഷനിലാണ്. ഇതിൽ ടാപ്പ് ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മൊബൈൽ നമ്പർ അതുപോലെ പ്രൈമറി ഇമെയിൽ അഡ്രസ്സ് എല്ലാം ഇവിടെ കാണിക്കുന്നുണ്ട്. ഇനി ഇവിടെ ആദ്യത്തെ ഈ പ്രൈമറി ഇമെയിൽ എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇത്തരത്തിൽ ടാപ്പ് ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ മുകളിലായി വന്നിട്ടുണ്ട്. പ്രൈമറി ഇമെയിൽ എന്നെല്ലാം വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രൈമറി ഇമെയിൽ അഡ്രസ്സ് ഈ ഒരു അക്കൗണ്ടിൽ നിന്നും റിമൂവ് ചെയ്യുക. റിമൂവ് ഫ്രം അക്കൗണ്ട് എന്നതിൽ ടാപ്പ് ചെയ്യുക. ഇങ്ങനെ ടാപ്പ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഇതുപോലെ ആഡ് ന്യൂ പ്രൈമറി ഇമെയിൽ അഡ്രസ്സ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. അപ്പോൾ ഇത് റിമൂവായി പുതിയൊരു ഇമെയിൽ അഡ്രസ്സ് എല്ലാം കൊടുക്കാനുള്ള ഓപ്ഷനാണ് ലഭിക്കുക. ഇവിടെ നിങ്ങൾക്ക് വേണ്ട ഇമെയിൽ അഡ്രസ്സ്, അതായത് പുതിയ ഇമെയിൽ അഡ്രസ്സ് ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ആ ഒരു ഇമെയിൽ അഡ്രസ്സിലേക്ക് നിങ്ങൾക്ക് ഒരു സെക്യൂരിറ്റി കോഡെല്ലാം വരും. ആ ഒരു കോഡ് നിങ്ങൾ ഇവിടെ എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പ്രൈമറി ഇമെയിൽ അഡ്രസ്സ് എല്ലാം ചേഞ്ച് ചെയ്തിരിക്കുന്നത് കാണാം. അതായത് പുതിയ പ്രൈമറി ഇമെയിൽ അഡ്രസ്സ് ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ആ ഒരു ഇമെയിൽ അഡ്രസ്സ് എല്ലാം ആയിരിക്കും പ്രൈമറി ഇമെയിൽ അഡ്രസ്സ് ആയിട്ട് എടുക്കുന്നത്. അപ്പോൾ ഇതുവരെ ഇത് ചെയ്ത് നോക്കാത്തവർ ഇപ്പോൾ തന്നെ ചെയ്ത് നോക്കുക. നിങ്ങൾക്കും ഇതെല്ലാം സെറ്റ് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്